അപ്പോഴേ ഇന്ന് നമുക്ക് സെയിൽ ചെയ്യാനൊക്കെ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു കപ്പ് കേക്ക് റെസിപ്പി നോക്കിയാലോ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇതേപോലെയുള്ള പേപ്പർ കപ്പുകൾ അവൈലബിൾ ആണ്. പക്ഷേ 2 ടൈപ്പ് പേപ്പർ കപ്പിനും 2 ക്വാളിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് തീരെ കട്ടി കുറഞ്ഞ രീതിയിലുള്ള പേപ്പർ മോൾഡുകളാണ്. ഇത് കുറച്ചും കൂടി കട്ടിയുള്ള റേറ്റ് കൂടിയ ടൈപ്പുള്ള പേപ്പർ മോൾഡാണ്. അപ്പോൾ നമ്മൾ ടേബിൾ സെറ്റ് ഐറ്റംസ് ഒക്കെ കൊടുക്കുന്ന ടൈമിൽ കുറച്ചും കൂടി നല്ലത് ഇതുപോലെ കട്ടിയുള്ള വലുപ്പമുള്ള കപ്പ് കേക്ക് മോൾഡിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നമ്മളുടെ കപ്പ് കേക്ക് ബേക്ക് ചെയ്യാനായിട്ടുള്ള ഇതുപോലെയുള്ള ട്രേ ആണ്. അപ്പോൾ ഇങ്ങനത്തെ കട്ടി കുറഞ്ഞ പേപ്പർ മോൾഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കപ്പ് കേക്ക് ട്രേ അത്യാവശ്യമാണ് കേട്ടോ. പിന്നെ ഈ ടൈപ്പ് കട്ടിയുള്ള മോൾഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഈ ട്രേയുടെ ആവശ്യമില്ല. നേരിട്ട് നമുക്ക് ഓവൻ്റെ ട്രേയിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കപ്പ് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് ഒരു 100 ഗ്രാം ബട്ടർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു 16 കപ്പ് കേക്ക് കിട്ടുന്ന രീതിയിലുള്ള അളവാണ് പറയുന്നത്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ നമുക്ക് ആദ്യം തന്നെ ബീറ്റർ വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ബട്ടർ എടുക്കുമ്പോൾ ബട്ടർ ഒത്തിരി അങ്ങ് സോഫ്റ്റായി ഭയങ്കര ലൂസായിട്ടുള്ള ടെക്സ്ചർ ആവരുത്. കുറച്ച് കട്ടി വേണം, എന്നാൽ അത് ലൂസായിട്ടുണ്ടാവണം. ആ ഒരു ടെക്സ്ചറിൽ വേണം നമ്മൾ ബീറ്റ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ബട്ടർ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തത് വേണ്ടത് ഷുഗറാണ്. അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് നമ്മൾ 100 ഗ്രാം എടുക്കേണ്ടത്. എന്നിട്ട് അത് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് നമ്മൾ ഈ ബട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് നമുക്ക് ഒറ്റ ട്രിപ്പിന് തന്നെ ആഡ് ചെയ്തിട്ട് ഇനി ബീറ്റർ വെച്ച് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് നമ്മളുടെ ബട്ടറും അതുപോലെ തന്നെ ഷുഗറും കൂടി നന്നായിട്ട് ബീറ്റ് ആവണം. ആ പഞ്ചസാരയുടെ ചെറിയ തരികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് ബട്ടറിൽ നന്നായിട്ട് മിക്സ് ആവണം. എന്നാലാണ് നമ്മളുടെ ആ ഒരു കപ്പ് കേക്കിൻ്റെ ടെക്സ്ചർ നമുക്ക് നല്ല രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഈ സൈഡിലുള്ളതൊക്കെ നമ്മളൊന്ന് സ്പാച്ചിൽ വെച്ച് ഇതുപോലെ ഒന്ന് സെൻറ്ററിലേക്ക് ആക്കിയിട്ട് അതും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു യെല്ലോ ഷെയ്ഡായിരിക്കും നമ്മളുടെ ബട്ടറിൻ്റെ ആദ്യത്തെ ഒരു കളർ എന്ന് പറയുന്നത്. പക്ഷേ ഷുഗർ ആഡ് ചെയ്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതൊരു ഓഫ് വൈറ്റ് കളർ പോലെ ആകും. അപ്പോൾ ആ ഒരു ടൈം വരെ നമ്മൾ ബീറ്റ് ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് 2 എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 എഗ്ഗും കൂടി ഒരുമിച്ച് ആഡ് ചെയ്യരുത്. ഒരു എഗ്ഗ് ആദ്യം ആഡ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. എഗ്ഗ് രണ്ടും ഒരുമിച്ച് ആഡ് ചെയ്യരുത്. ഓരോന്നായിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ എഗ്ഗ് ആഡ് ചെയ്യുന്ന ടൈമിൽ ചില സമയത്ത് നമ്മളുടെ ബട്ടർ പിരിഞ്ഞ പോലെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് കൂടുതലും സംഭവിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബട്ടർ ഒത്തിരി അങ്ങോട്ട് ഭയങ്കര മെൽറ്റായ പോലത്തെ രീതിയിൽ എടുക്കുമ്പോഴാണ് കൂടുതൽ സംഭവിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് എസൻസ് ആഡ് ചെയ്യാം. 2 ടൈപ്പ് എസൻസ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഒന്ന് വാനില എസൻസും പിന്നെ ഒന്ന് നമ്മളുടെ പൈനാപ്പിൾ എസൻസ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പൈനാപ്പിൾ എസൻസ് ഒഴിച്ച് നമ്മൾ ആ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു കപ്പ് കേക്കിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വാനില എസൻസും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ പൈനാപ്പിൾ എസൻസും കൂടി ആഡ് ചെയ്യുന്നത്. എസൻസ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മിക്സ് ആവണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഫ്ലോർ എടുക്കാം. അപ്പോൾ ഇതൊരു 100 ഗ്രാം മൈദയും അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് ഈ ഒരു കപ്പ് കേക്ക് ഓയിൽ യൂസ് ചെയ്തും അതുപോലെ തന്നെ മാർജറിൻ യൂസ് ചെയ്തിട്ടും നമുക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കാം. ബേക്കറികളിലൊക്കെ കൂടുതലും മാർജറിനാണ് യൂസ് ചെയ്യുന്നത്. മാർജറിനാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബേക്കിംഗ് പൗഡർ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഓയിൽ യൂസ് ചെയ്യുമ്പോഴും ബട്ടർ യൂസ് ചെയ്യുമ്പോഴും ബേക്കിംഗ് പൗഡർ നിർബന്ധമായിട്ട് ആഡ് ചെയ്യണം. ബട്ടറിന് പകരം നിങ്ങൾ മാർജറിൻ യൂസ് ചെയ്യുമ്പോൾ ഈ സെയിം അളവ് തന്നെ എടുത്താൽ മതി. 100 ഗ്രാം മാർജറിൻ യൂസ് ചെയ്യാം. ഓയിലാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 100 ml ഓയിൽ യൂസ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും കപ്പ് കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും തിക്നെസ് ആയിട്ടുള്ള ഒരു ബാറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് കോരി ഒഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെയുള്ള പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മളുടെ ഈ ഒരു ബാറ്റർ മാറ്റിയതിന് ശേഷം നമുക്ക് കപ്പ് കേക്കിൻ്റെ ആ ഒരു പേപ്പർ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രേ എന്ന് പറയുന്നത് 16 കപ്പ് കേക്ക് നമുക്ക് അറ്റ് എ ടൈം ചെയ്യാനായിട്ട് പറ്റും. ഈ ബാറ്റർ പൈപ്പ് ചെയ്യുന്ന ടൈമിൽ എല്ലാ കപ്പ് കേക്കിലും ഈവൻ ആയിട്ട് നമ്മൾ ബാറ്റർ ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെയെങ്കിലേ നമ്മുടെ കപ്പ് കേക്ക് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോൻ്റെ ആദ്യം കാണിച്ച ആ ഒരു വലിയ ടൈപ്പ് കപ്പ് കേക്കിൻ്റെ പേപ്പർ മോൾഡ് നമുക്ക് വെയിങ് മെഷീനിൽ വെച്ചിട്ട് ഓരോന്നിനും വെയിറ്റ് നോക്കി സെപ്പറേറ്റ് ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു പേപ്പർ മോൾഡ് നമുക്ക് വെയിങ് മെഷീനിൽ വെച്ചിട്ട് പിന്നെ ഇതിലേക്ക് എടുത്ത് വെക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു പരീക്ഷണം ചെയ്ത് നോക്കുന്നുണ്ട്. നമ്മളുടെ ഈ പേപ്പർ മോൾഡ് ഒരു 2-3 എണ്ണം ഒരുമിച്ച് വെച്ചിട്ട് അതിനകത്തേക്ക് ബാറ്റർ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ആ ഒരു ഷേപ്പ് കറക്റ്റ് അതുപോലെ തന്നെ കിട്ടോ, അതല്ലെന്നുണ്ടെങ്കിൽ ഷേപ്പിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുമെന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളുടെ ഒരു ബൾക്ക് ഓർഡർ വന്ന ടൈമിൽ ഞാൻ നമ്മളുടെ ഓവൻ ട്രെയിനകത്ത് മൊത്തം ഇതുപോലെയുള്ള പേപ്പർ കപ്പുകൾ നിരത്തി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തായിരുന്നു. പക്ഷെ അതിനൊക്കെ ചെറിയ ചെറിയ ഷേപ്പ് വ്യത്യാസം ഉണ്ടായിട്ടോ. അപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അതും സെപ്പറേറ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 180 ഡിഗ്രിയിൽ ഒരു 20 minutes
മിനിറ്റ്സാണ് ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് ടൈം കൊടുത്തിട്ടുണ്ടായി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ മേൽഭാഗവും അത്യാവശ്യം നന്നായിട്ട് കളർ ചേഞ്ചൊക്കെ വന്നിട്ട് വേണം നമ്മൾ ഓവനിൽ നിന്ന് മാറ്റാനായിട്ട്. അതല്ലെന്നുണ്ടെങ്കിൽ തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ മേൽഭാഗം ചെറിയൊരു ഒട്ടൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഒരു പേപ്പർ മോൾഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്ന കപ്പ് കേക്കിന് ഏകദേശം ബട്ടർ യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 40-45 രൂപ വരെ വാങ്ങിക്കാം കേട്ടോ. മറിച്ച് ഓയിലിലും മാർജറിലാണ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 35 രൂപയൊക്കെ റേറ്റ് മതിയാവും. അത് വിത്ത് വിപ്പിംഗ് ക്രീം ഫ്രോസ്റ്റിങ്. പിന്നെ അതുപോലെ ഈ ചെറിയ പേപ്പർ മോൾഡ് ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് റേറ്റ് കുറയും. നമുക്ക് ബട്ടറിലാണെങ്കിൽ ഒരു 10 രൂപ 12 രൂപ ആ ഒരു റേറ്റ് വാങ്ങിക്കാം. അതല്ലാതെ ഓയിലും മാർജറിനും യൂസ് ചെയ്തിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 7 രൂപ ആ ഒരു റേറ്റൊക്കെ വാങ്ങിച്ചാൽ മതിയാവും. അപ്പോൾ ഈ കപ്പ് കേക്ക് നമുക്കൊരു 20 മിനിറ്റ്സ് കൊണ്ട് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇതിന് മേളിൽ ആ കളർ കണ്ടോ, ആ ഒരു കളർ കിട്ടണം നമുക്ക് കപ്പ് കേക്ക് ബേക്കായി വരുമ്പോൾ. പിന്നെ ഞാൻ ആ ട്രെയിൽ വെച്ചതിൻ്റെ താഴെയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ടൈമും അതേപോലെ തന്നെ നേരിട്ട് ട്രെയിലേക്ക് വെച്ചതുകൊണ്ടും അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പ് കേക്ക് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗമൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ കരിഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. കടയിലൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു കളറിൽ തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ ഇതിൻ്റെ ടെക്സ്ചറും കൂടി ഒന്ന് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്കാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു കപ്പ് കേക്കിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഇത്രയേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആ ഒരു റേറ്റ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഈ സെയിം പേപ്പർ കപ്പ് നമുക്ക് കുറച്ചും കൂടി വലിയ സൈസിലും കിട്ടും. അപ്പോൾ അതിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് റേറ്റ് കുറച്ചും കൂടി കൂടുതൽ വാങ്ങിക്കാം. പിന്നെ ഈ ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കുമ്പോൾ മാർജറിൻ ഞാൻ അത്ര അങ്ങ് പ്രിഫർ ചെയ്യില്ല. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടറിൽ, അതല്ലെന്നുണ്ടെങ്കിൽ ഓയിലിൽ. ഇത് രണ്ടുമാണ് ടേസ്റ്റ് വരിക. മാർജറിൻ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് അയക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.